ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാറ്റ് ഗാർഡ്. അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അജയ് ഹാപ്പി അല്ലേ? ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വിയറ്റ്നാമിലെ 3rd ഡേ ആണ്. നമുക്കിവിടെ ഒരു ടൂറിസത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതാണ് ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ ഇതേ ഞാൻ ഫുള്ള് റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. മീറ്റിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അജയ് നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനൊരു 5 minutes ഡിലേ വന്നു. നമ്മൾ 2-3 സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ പുറത്തേക്ക് പോവുകയാണ്, നമ്മുടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ദേ ഓടിപ്പോയിട്ട് വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നാണ്. അജയ് ഓൾറെഡി പോയിട്ടുണ്ട്, കാരണം നമ്മുടെ ബസ് അവിടെ വെയിറ്റിംഗ് ആണ്. സോ ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ബിജോയ് ചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് എവിടെയാ പോകുന്നത്? പോട്ടറി വില്ലേജിലേക്കാണ് പോകുന്നത്. ഈ പർട്ടിക്കുലർ പ്രോവിൻസ് അതിന് ഫേമസ് ആണ് പോട്ടറി ഉണ്ടാക്കുന്നതിനൊക്കെ. അപ്പോൾ അവരുടെ ആ റിയൽ എക്സ്പീരിയൻസ് കാണാനും അതുപോലെ അത് നമുക്ക് ബാക്കി നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ കണ്ടു നോക്കണ്ടേ, അതിനാണ് നമ്മൾ പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും പോയാലോ? Come on. നമ്മളിതേ പോട്രി വില്ലേജിലേക്കാണ് വന്നത്. അപ്പോൾ ഇനി കുറച്ച് നേരം നമ്മൾ ഇവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാവുട്രുക് എന്ന് പറഞ്ഞ പോട്രി വില്ലേജിലാണ് നമ്മളിപ്പോൾ വന്നത്. സൗത്ത് വിയറ്റ്നാമിലുള്ള നിൻത്വാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വില്ലേജ് ഉള്ളത്. ഇവിടെ ഈ കാണുന്ന എല്ലാ ഐറ്റംസും ഇവർ കൈകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഗൈഡ് അവരെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, അതേപോലെ ഏതൊക്കെ രീതി വെച്ചിട്ടാണ് ഏതൊക്കെ രീതിയിലാണ് അവരുണ്ടാക്കുന്നത് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരികയാണ്. ഈ അമ്മൂമ്മ ശരിക്കും ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടോ. വളരെ പെട്ടെന്നാണ് കൈകൊണ്ട് തന്നെ ഒരു പോട്ട് ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഇത് ആദ്യം ഇവർ കുറച്ച് ക്ലേ എടുത്ത് അത് ഇതുപോലൊരു ബേസ് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇവർ അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിയിട്ടാണ് ഇവരൊരു പോട്ട് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ചെയ്തത്. ശരിക്കും മെഷീനിലൊക്കെ ചെയ്യുന്ന മാതിരി തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ഇവരിത് ചെയ്തത്. ഡിസൈൻസും അതേപോലെ എല്ലാം ഇവർ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള മെഷീൻസോ ഒന്നും ഇവർ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ ഇവിടെ കാണുന്ന ഈ ടോയ്സ് ആണെങ്കിലും അതേപോലെ ഈ കുഞ്ഞി സ്റ്റാച്യൂസ് ആണെങ്കിലും ഈ ബുദ്ധനാണെങ്കിലും എല്ലാം ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതും എല്ലാം കൈകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒന്നും മെഷീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്സോ യൂസ് ചെയ്തിട്ടല്ല ഇവർ ഉണ്ടാക്കുന്നത്. ഹലോ, ഹായ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ കണ്ടോ, ഇവരെല്ലാം ഇവരുടെ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ഒരു മെഷീൻ യൂസ് ചെയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ ഒന്നുമല്ല. പുള്ളിക്കാരി ഇതേ അവിടുന്ന് ക്ലേ എല്ലാം എടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഡിസൈൻസ് ആണെങ്കിൽ പോലും ഇവർ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മുടെ അവിടെയാണെങ്കിൽ ഇപ്പം ക്ലേ പോട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു കറങ്ങുന്ന സാധനം ഉണ്ടാവുമല്ലോ, അതിൽ ഇവർ സാധനം വെച്ചിട്ട് അതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യാറ്. അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, ഇവരാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ ഈ പോട്ട് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് ഇവരാണ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. എത്രത്തോളം കറക്റ്റ് ആവുന്നുള്ളതൊന്നും അറിയത്തില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. അവർ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ കുറച്ച് കഷ്ടപ്പാടാണ്.
ഞാനിത് ചെയ്യുന്നത് കണ്ടപ്പം അജയ്ക്കും ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അജയ് ട്രൈ ചെയ്തത് ചെറിയൊരു പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ചേച്ചി നമുക്ക് എന്താ പറയുക ക്ലേ എടുത്ത് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ബേസ് പോലെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ജസ്റ്റ് അജയ്ക്ക് പറഞ്ഞു കൊടുത്തു. ബാക്കി പിന്നെ അതേ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആക്ച്വലി എന്നെപ്പോലെയൊന്നുമല്ല, അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തീരെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്. ചിലപ്പോൾ ഞാൻ വലിയൊരു പോട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവൻ അത്യാവശ്യം നന്നായിട്ട് അത് കറക്റ്റായിട്ട് ഇങ്ങനെ കറങ്ങി ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവന് ചെറിയ രീതിയിലുള്ള എന്താ പറയുക, അത് കറക്റ്റായിട്ട് വരാതിരിക്കുന്ന സമയത്ത് ആ അമ്മൂമ്മ വന്നിട്ട് കറക്റ്റായിട്ട് അത് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അജയ് നല്ല സൂപ്പറായിട്ട് ചെയ്തു കേട്ടോ. എൻ്റേത് കുറച്ച് ഫ്ലോപ്പായിട്ടുണ്ടെങ്കിലും അജയ് നല്ല അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അജയ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പ് വന്നപ്പം പിന്നെ ആ അമ്മൂമ്മ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു വിരൽ വെച്ചിട്ട് അതെങ്ങനെ ഡിസൈൻ പോലെ ചെയ്യാന്നുള്ളത്. അതും അവൻ കറക്റ്റായിട്ട് തന്നെ ചെയ്തു. ശരിക്കും എനിക്ക് തോന്നുന്നത് അജയ്ക്ക് ഈ പോട്ടറി മേക്കിങ്ങിനെ കുറിച്ചൊക്കെ നല്ല നോളജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്കാരി ഒരു തവണ ജസ്റ്റ് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ആ ഡിസൈൻ ആണെങ്കിലും അവൻ കൈ കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണ് ഈ കാര്യത്തിലൊക്കെ കുറച്ചൊരു എന്താ പറയുക ബാക്കൗട്ട് നിൽക്കുന്നത്. അജയ്ക്ക് ഇതുപോലുള്ള ആർട്ട്പരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം നോളജ് ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. മേടിച്ചോ ഇത് ആക്ച്വലി നമ്മൾ ഉണ്ടാക്കിയത് ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ഇത് ഇവിടെ തട്ടരുത്, കാരണം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. കാരണം ഇതിപ്പോൾ ഡ്രൈ ആയിട്ടില്ലല്ലോ. അപ്പോൾ സണ്ണിൽ പോയത് ഇത് നാച്ചുറലായിട്ടാണ് ഇവർ ഡ്രൈ ചെയ്യണം. മറ്റേ ഹീറ്റ് ചെയ്യണം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇപ്പോൾ നാച്ചുറലായിട്ട് ഡ്രൈ ആണ്. അപ്പോൾ ഇത് എനിക്ക് താഴെ ഒരു ബേസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് ഞാനിവിടെ കൊണ്ടുപോകും. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ച് പതിയെ ട്രൈ ചെയ്ത് ഇത് ഇവിടെ നിന്ന് ഒരു സുവീനിയർ ആയിട്ട് നമ്മളങ്ങ് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ അയ്യോ പുള്ളിക്കാരുടെ പേരെന്താ? നെയ്മിനെന്താ? Anjana അജയ്. không biết nghe Anjana അജയ് là thức than name rồi kiểu đi than rồi അഞ്ജന അജയ് đây là chúc ở của gia chúc hạnh phúc tương lai không biết nghe Good. English say brick. Good. Okay. Good. Thank you. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ്. പോണ്ടിച്ചേരി പോയപ്പോ പക്ഷെ നമ്മുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വീല് കറങ്ങും, എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ചെയ്താൽ മതി. ഇവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡാണ്. അതായത് നമ്മൾ കറങ്ങി അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കറങ്ങിയിട്ട് ചെയ്യണ രീതിയിൽ. ആ പോട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ അവര് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, വളരെ കഷ്ടപ്പെട്ട് അജയ് ഉണ്ടാക്കിയതാണ്. ഓർമ്മയാണ്. അതെ, വിയറ്റ്നാമിൽ നിന്നുള്ളൊരു സുവീനിയർ ആയിട്ട്. അതെ അത് നമ്മൾ സ്വന്തമായിട്ട് കൈകൊണ്ടുണ്ടാക്കിയെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക ഒരു വാല്യൂ. ശരിക്കും നമ്മുടെ ആ ഗ്രാൻഡ് മദർ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി നമ്മൾ മറ്റേ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കൂലേ, ആ രീതിക്കാണ് പുള്ളിക്കാരത്തി ചെയ്യണം. അതായത് നിന്ന് പുള്ളിക്കാരത്തി ഫുള്ള് ചെയ്ത് പഠിച്ചിട്ട് എന്നിട്ട് നമ്മളോട് പറയും ഇത് ചെയ്യാൻ, റിപ്പീറ്റ് ചെയ്യാൻ. അങ്ങനെ ഓരോ കാര്യങ്ങളും പുള്ളിക്കാരത്തി ചെയ്തു. ഇവിടെ ഇതല്ലാതെ വേറെ എന്തൊക്കെ എക്സ്പീരിയൻസ് ഇവിടെ ഉള്ളത്? ഇപ്പം ഈ ഒരു പോട്ട് മേക്കിംഗ് അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും? വില്ലേജ് എന്ന് പറയുന്നത് ഇതിനാണ് ഫേമസ്. അതുപോലെ ബീച്ചുകൾ, നല്ല ഒന്നാന്തരം ബീച്ചുകളുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്നാൽ ഇവർ ഇമ്പ്രൂവ്മെന്റ് ഒരുപാട് പുതിയ കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് പർട്ടിക്കുലർ പ്രോവിൻസ്. അതുകൊണ്ടൊക്കെയാണ് നമ്മളോട് ഇൻവൈറ്റ് ചെയ്തതും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കാണാനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ബീച്ചിൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് അങ്ങനെ ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട്. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ റൂമിൽ വന്നു. ഇവിടുന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണ്. ഇനി നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലം ഫുയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടുന്ന് ഒരു 4 hours ഡ്രൈവ് ഉണ്ട്. ബീച്ച് സൈഡാണ്.
അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ലഞ്ച് കഴിക്കില്ല ചെയ്യുന്നത്, ക്യാരി ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ കേരളത്തിലെ മാതിരി നല്ല ചൂടാണ്. ആക്ടിവിറ്റീസിന് പോവുകയാണെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ ടയേർഡും. കാരണം നാട്ടിലത്തെ മാതിരി നല്ല ചൂടാണ് ഇവിടെ വിയറ്റ്നാമിൽ. ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ ഒരു തണുപ്പോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നുള്ളത്, പക്ഷേ അല്ല, നല്ല ചൂടാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കും. നമ്മുടെ ലഞ്ച് ഇതേ പാക്ക് ചെയ്തിട്ടാണ് എല്ലാവരും കൂടെ ഇതേ ലഞ്ചൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പാക്ക് ചെയ്ത ലഞ്ച് എന്താണാവോ ഇത്? എല്ലാം വെജാ, ഫുൾ വെജാണോ? അങ്ങനെ ദേ ലഞ്ച് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ദേ ഈ ഒരു ചോക്ലേറ്റ് കേക്കും അതേപോലെ ഒരു ബ്രെഡും കഴിക്കുകയാണ്. എനിക്ക് ലഞ്ചൊക്കെ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ചെറിയ കുട്ടി സാധനങ്ങളൊക്കെ ഇങ്ങനെ ബാഗിൻ്റെ അകത്ത് വെക്കും. ഇവിടെയുള്ള കേക്ക്സ്, അതായത് വിയറ്റ്നാമീസിലുള്ള കേക്കും കുക്കീസൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല, എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടെയുള്ള ഈ ചോക്ലേറ്റ് കേക്ക്സിനും അതേപോലെ ബ്രെഡിനാണെങ്കിലൊക്കെ. അങ്ങനെ നമ്മൾ ഇതേ ബസ്സിൽ കയറി ബസ് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം ഒരു 4 hours ഡ്രൈവ് ഉണ്ട്. 4 hours ബസ് ഡ്രൈവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ കല്ലുച്ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള ഗെയിമോ കാര്യങ്ങളോ ഒക്കെ കളിക്കുക എന്നുള്ളത്. ഇതിൻ്റെ മുന്നേ നമ്മൾ ഇതുപോലെ ദംഷ്രാട്സ് ആണ് കളിച്ചത്. പക്ഷേ ഇത്തവണ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് കളിക്കുന്നത്. അതായത് കല്ലുച്ചേട്ടൻ കുറച്ച് ഹിൻസ് പറയും. അപ്പം നമ്മൾ ആ ഹിൻസ് വെച്ചിട്ട് നമ്മൾ ആളെ ഗെസ് ചെയ്യണം. നമ്മൾ കറക്റ്റായിട്ട് ആളെ ഗെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ 20,000 rupees ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മഹത് വ്യക്തിയെ കുറിച്ചുള്ള ഇന്ത്യ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. വിയറ്റ്നാമീസ് പൈസ ആയിരുന്നു, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏറ്റവും ഇന്ന് വരെ ഞാൻ ഈ മത്സരത്തിൽ ഇങ്ങനെ ഇന്ത്യൻ പൈസ കൊടുത്തല്ലാതെ വിയറ്റ്നാമീസ് പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. അതാണ് ഈ കളിയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. ആദ്യത്തെ ആളെ കുറിച്ച് പറയുന്നത് ഞാൻ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലാണ്. ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയംകാരിയല്ലേ? തൊടുപുഴക്കാരിയാണ്, ഇടുക്കിക്കാരിയാണ്. ഓക്കെ, എന്നാലും കോട്ടയത്തിന് അടുത്താണല്ലോ. അപ്പം ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം ജില്ലയിലാണ്. ചന്ദ്രലേഖ എന്നൊരു സിനിമയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഞാനൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആരാണ് ഞാൻ? ഉമ്മൻചാണ്ടിയും പിന്നെ ചന്ദ്രലേഖയായിട്ട് യാതൊരു ബന്ധവുമില്ല. മൂപ്പര് സിനിമ പോലും പോയി കാണാത്ത ആളായിരുന്നു. ആരാണെന്നാ പറഞ്ഞ അവിടെ മുത്ത് ബാ. അതെ, പഴയ ചന്ദ്രലേഖ. ഇതാ 1/2 million. ഇത് സമ്മാനമല്ല, ഇതിപ്പോ തരാം, ബാക്കി ഇങ്ങോട്ട് തരണം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാറ്റ് ഗാർഡ്. 20,000 രൂപ സംഭാവനയായി തന്നിരിക്കുന്നു കാറ്റ് ഗാർഡ്. സംഘാടകരുടെ പേരിലും എന്റെ പേരിലും പഞ്ചായത്ത് പ്രസിഡന്റ് പേരിലുമുള്ള നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത മത്സരം ആരംഭിക്കുകയാണ്. അടുത്ത ചോദ്യം. ഞാൻ പലരെയും പറക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പറക്കാനും പറപ്പിക്കാനും ഇഷ്ടമുള്ള ആളാണ്. എന്റെ ആത്മകഥയിൽ പോലും ഒരു പറപ്പിക്കലുണ്ട്. ആരാണ് പറഞ്ഞത്? കറക്റ്റാ? വാ. APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പാരന്റ്സിനോട് പറഞ്ഞിട്ടുള്ള ആള്, ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുള്ള ആള് APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പോലും ചിറകുകളുണ്ട്. ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണ്. ഫൈനലി ഇതേ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹലോ, നമ്മളിപ്പം വിയറ്റ്നാമിൽ ഫുയൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മൾ ഇനി ഒരു 2 ദിവസം ഇവിടെ ഇരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കോൺഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നർ അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതേ നമ്മുടെ റൂമിന്റെ കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബീച്ച് വ്യൂ ആയിട്ടുള്ള റൂമാണ്, പക്ഷേ സിറ്റി വ്യൂ ഉണ്ട്. നമുക്ക് എന്തായാലും റൂമിലേക്ക് പോവാം.
ചെക്കിനൊക്കെ കഴിഞ്ഞു, റൂമിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അജയ് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്. ഓറിയോ ആക്ച്വലി പ്ലാൻ ബേസ്ഡ് ആണ്. പ്ലാൻ ബേസ്ഡ് എന്ന് പറയുമ്പം ഇതിൽ സോയ് മിൽക്കാന്ന് തോന്നുന്നല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അജയ് ഭയങ്കര ഹാപ്പിയാണ്. കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അജയ് ഹാപ്പി അല്ലേ? അതെ, നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇനി ഒരു മീറ്റിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണം. അതൊരു 6 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൂറിസം ബോർഡിൻ്റെ മീറ്റിംഗ് തന്നെയാണ്. അങ്ങനെ ഞാനിത് മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡ്രസ് കോഡ് ഉണ്ട്. ടൂറിസം ഡെലിഗേഷൻ്റെ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ് കോഡ് ഫോർമൽസ് ആണ്. നമ്മൾ ഫോർമൽസ് ഇടണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും മീറ്റിംഗ് നടക്കുന്ന അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ മീറ്റിങ്ങും എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ ഡിന്നറാണ്. അപ്പോൾ ഈ കാണുന്ന ഐറ്റംസൊക്കെയാണ് ഇന്നിവിടെ ഡിന്നറിന് സെർവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡിന്നറിൻ്റെ കൂടെ നമുക്ക് ബീറും അതേപോലെ വേറെ ഹോട്ട് ഡ്രിങ്ക്സും എല്ലാം പ്രൊവൈഡ് ചെയ്യും. കൂടുതലും സീ ഫുഡ് ഐറ്റംസ് ആണ് ഇന്ന് ഡിന്നറിനുള്ളത്. എല്ലാം വിയറ്റ്നാമീസ് ഡിഷ് തന്നെയാണ് അവർ സെർവ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മളിപ്പം നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണെങ്കിലും അതേപോലെ ടൂറിസം ഡെലിഗേഷന് വന്ന വിയറ്റ്നാമീസ് ആൾക്കാരാണെങ്കിലും നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് ഫുഡെല്ലാം കഴിക്കുന്നത്. ഇവിടുത്തെ മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഫുൾ ഫണ്ണായിരുന്നു. ഞങ്ങൾ ഫുൾ അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.